തേന്മാവിൻ കൊമ്പത്ത് കൊതിച്ചതും വിധിച്ചതും ജൂൺ 29 മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക്. എന്താ അക്കുച്ചടാ എന്താ കാണിക്കുന്നെ? പുറത്ത് നല്ല ഇടിമിന്നലുണ്ട്. ഇപ്പൊ മഴ പെയ്യും. അതിന് അല്ല, വെറുതെ പറഞ്ഞേ ഉള്ളൂ. നിനക്കൊന്നും തോന്നുന്നില്ലേ? എന്ത് തോന്നാൻ? റൊമാൻറ്റിക് അല്ലാതെ കാക്കൂതി. എന്താ എന്താ പറഞ്ഞ? അല്ല, കാലത്ത് ഞാൻ ഓഫീസിൽ പോവാൻ നേരം നീ എന്താ പറഞ്ഞേ? എന്തു പറഞ്ഞു? ശ്രേയക്കെതിരെ ഇനി നമ്മൾ കളി മാറ്റി കളിക്കൂന്നൊക്കെ പറഞ്ഞില്ലേ? മറന്നോ നീ? മറന്നിട്ടൊന്നുമില്ല. എന്തെങ്കിലും ഐഡിയ കിട്ടിയ? കിട്ടി. അടിപൊളി. എന്താന്ന് പറ. നമ്മൾ ഇതുവരെ ശ്രേയ ഒരു ശത്രുവായിട്ട് കണ്ട് ഇവിടെ വന്ന് കേറാതിരിക്കാനും കേറിയാൽ തന്നെ അവളെ ഇങ്ങനെ ഓടിച്ചു വിടാന്നൊക്കെയായിരുന്നു ചിന്തിച്ചിരുന്നത്. അതെ, അതുകൊണ്ടാ ശ്രേയ നമ്മളെ ശത്രുവായിട്ട് കണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന. ഇനി മുതല് നമ്മൾ അവളെ ശത്രുവായിട്ട് കാണുന്നില്ല, സ്നേഹത്തോടെ പെരുമാറുന്നു. അതുകൊണ്ട് അവക്ക് മാറ്റം ഉണ്ടാവും. എനിക്ക് മനസ്സിലാവുന്നില്ല. ശ്രേയ നമുക്കോ നമ്മുടെ കുടുംബത്തിനോ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്താൽ അതിന് പകരം നമ്മളും അവളെ ബുദ്ധിമുട്ടിക്കില്ലേ? എന്താ ശരിയല്ലേ? ശരിയാ. നമ്മൾ അവളെ ബുദ്ധിമുട്ടിക്കാതെ അവളുടെ വഴിക്ക് പോയ പിന്നെ ശ്രേയ നമ്മളെ ശത്രുവായിട്ട് കാണില്ലല്ലോ. നീ എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കി തരാം. ഒരു കാര്യം ഉറപ്പാ, അമ്മായി അരവിന്ദേട്ടനും ശ്രേയ ഇവിടേക്ക് തിരിച്ചു കൊണ്ടുവരും. അല്ലാതെ അവരടങ്ങില്ല. ശ്രേയ ഇവിടെ വന്ന നമുക്കെതിരെ വീണ്ടും പ്രശ്നങ്ങളുണ്ടാവും. അതിനെതിരെ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അതൊരു വഴക്കായിട്ട് മാറും. അതാണല്ലോ അവളുടെ ഉദ്ദേശം. അതുകൊണ്ട് അവൾക്കെതിരെ നമ്മളായിട്ടൊന്നും ചെയ്യണ്ട. അവൾ എന്ത് ചെയ്താലും അവളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണം. അപ്പൊ ഒരു വഴക്കുണ്ടാവില്ലല്ലോ. ശ്രേയക്ക് അതിനുള്ള അവസരം കിട്ടുകയില്ല. കാക്കുതി, നീ വളഞ്ഞു മൂക്ക് പിടിക്കുക. ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. എനിക്ക് വിശ്വാസം ഉണ്ടാക്കൂ ചേട്ടാ. നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ എന്താന്ന് വെച്ചാ നീ ചെയ്. ഒരു കാര്യം, ശ്രേയ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് വന്ന് നിൽക്കരുത്. കാരണം എനിക്ക് നിന്നെ പറ്റി നന്നായിട്ട് അറിയാം. അതിൽ കൂടുതൽ ശ്രേയയെ കുറിച്ചും. എടാ മരുവനെ, ശ്രേയമ്മയുടെ തിരക്കൊക്കെ കഴിഞ്ഞപ്പോ റിലാക്സ് ചെയ്യുന്ന സമയമായിരിക്കും. നീ വീടിന് മുന്നിൽ ചെന്ന് ശ്രേയ ഫോണിൽ വിളിക്കണം. ഞാൻ വിളിച്ച എടുക്കുന്ന സംശയം ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം, ഫോണിൽ ഒരു മെസ്സേജ് അയക്കണം. ഞാൻ പുറത്ത് ഇപ്പുണ്ട്, എനിക്ക് അത്യാവശ്യം ഒരു കാര്യം പറയണം, പുറത്തേക്കൊന്ന് പറഞ്ഞോന്ന്. ഓക്കെ, എന്നാ നീ ചെല്ലേ. കൂടാതെ ചന്തപോകാം. അപ്പൊ ഞാൻ മഴ നനയത്തില്ലേ? നീയല്ലേ പറഞ്ഞത് മഴ നനഞ്ഞ ഒരു പ്രശ്നമില്ലെന്ന്. അതെ, പിന്നെ നീ മഴ നനഞ്ഞ് നിൽക്കുന്ന കാണുമ്പോ മാഡത്തിന് നിന്നോട് സെന്റിമെന്റ്സ് തോന്നും. ചെല്ല്. എന്തിനാണ് പേടിക്കുന്നേ? ചെല്ല്, ചെല്ലടാ. ഓ പോടാ.
വരുന്നില്ലല്ലോ. എന്താ നമുക്ക് നമ്മളെ